സ്ലീഹാകാലം 1 വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദുഃഖം സന്തോഷമായി മാറും. മനുഷ്യ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ജീവിതത്തിലേറെയും സുഖമാകുന്ന അനുഗ്രഹം നാം ഏറ്റുവാങ്ങുന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ ചില ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതി വലിയ ദുഃഖപുത്രിയുടെ വേഷം നാം അണിയുന്നു. ദുഃഖങ്ങൾ സന്തോഷത്തിലേക്കുള്ള വാതായനങ്ങളാണ്. പ്രസവ വേദനയുടെ ഉപമ യേശു തന്നെ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. യേശുവിന്റെ ജീവിതം തന്നെ ദുഃഖത്തിന്റെയും പരാജയത്തിന്റേതുമാണെന്ന് അന്ന് ജനം വിധി എഴുതി. എന്നാൽ അത് വിജയത്തിന്റെയും സർവാധികാരത്തിന്റെയും കഥയായി ദൈവം ഉയർത്തി. മകനെ ബലി കഴിക്കാൻ പോകുന്ന അബ്രാഹത്തിന്റെ കഥ അതീവ ദുഃഖത്തോടെയാണ് ഇതിന്റെ തുടക്കമെങ്കിലും പിന്നീടത് അതീവ സന്തോഷത്തിന്റെ കഥയായി മാറി. ഇസ്രായേലിന്റെ 400 വർഷത്തെ പീഡനം അവർക്ക് കാനാൻ ദേശം സ്വന്തമാക്കാൻ കാരണമായി. ലോകം മുഴുവൻ മറിയത്തെ വേദനിപ്പിച്ചു. അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോൾ അവൾ ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു. ആദിമ നൂറ്റാണ്ടിൽ തിരുസഭ പീഡന പർവ്വത്തിലൂടെ കടന്നുപോയി. എന്നാൽ പിന്നീട് സർവ്വസ്വാതന്ത്ര്യത്തോടെ ലോകം മുഴുവൻ വ്യാപിച്ചു. ദുഃഖം സന്തോഷമായി മാറും എന്ന് യേശു പറയുമ്പോൾ ഈ ചരിത്രമെല്ലാം ആ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകണം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ സന്തോഷം ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല. ദുഃഖം അവർക്ക് വലിയ സമ്മാനത്തിനുള്ള വഴിയാണ്. അത് അവിചാരിതമായി സംഭവിച്ചതല്ലെന്നും യേശുവിന്റെ പീഡനങ്ങളിലെ പങ്കുപറ്റലാണെന്നും തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുമ്പോൾ താൽക്കാലികമായ ദുഃഖങ്ങളും സഹനങ്ങളും വലിയ സമാധാനവും സ്വർഗീയ ദാനവും പകരുന്നവയായി മാറും.